യൂറോപ്പിലെ ആളുകളുടെ ഭക്ഷണരീതി നമ്മളുടെ ഭക്ഷണരീതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭക്ഷണരീതിയാണ് യൂറോപ്പിൽ ഫോളോ ചെയ്തിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് കുറച്ച് എരിവും പുളിയും ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ യൂറോപ്പിലോട്ട് വരുന്തോറും എരിവും പുളിയും ഉണ്ടെങ്കിൽ അത് അവർക്ക് വളരെ വയറിന് ഇറിറ്റേഷനും മല വിസർജനത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഇത് മാത്രമാണ് എരിവും പുളിവും. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും എരിവും പുളിവും ഒന്നും ഇല്ലാതെ തനതായ രീതിയിൽ, അതായത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ തനതായ രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ള ഒരു രീതിയാണ് യൂറോപ്യൻസ് അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അവരുടെ ഒരു ഇൻസ്റ്റൻ്റായിട്ട് അവർ കുക്ക് ചെയ്യുന്ന ഒരു ഫുഡ് കണ്ടപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത ഒരു ഇതാണ്. ഇതിനകത്ത് അവരിട്ടിട്ടുള്ളത് ഇൻസ്റ്റൻ്റായിട്ട്, അതായത് എല്ലാം ഫ്രോസണായിട്ട് മേടിക്കുന്ന കുറേ സാധനങ്ങൾ, അതായത് ഗ്രീൻ പീസ്, അതിനകത്ത് സ്പെഷ്യലി ഒരു ചെറിയ രീതിയിലുള്ള, നമ്മൾ സാധാരണ മേടിക്കുന്ന സവോളയല്ല, ഒരു ചെറിയ രീതിയിലുള്ള അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള സവോള, എല്ലാം ഹൈ ക്വാളിറ്റിയാണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ചോളം ഫ്രോസണായിട്ടുള്ള ചോളമാണ്. പിന്നെ അതിനകത്ത് തുവരപ്പരിപ്പ് പോലത്തെ, നമ്മുടെ നാട്ടിലെ തുവരപ്പരിപ്പ് പോലത്തെ ഒരു തുവരപ്പരിപ്പ് പോലത്തെ ഒരു പരിപ്പ്. പിന്നെ നമ്മുടെ തക്കാളി ഒന്നും പ്രോപ്പറായിട്ട് അരിഞ്ഞിട്ടൊന്നല്ല ഇടുക, അതെല്ലാം വെട്ടിക്കൂട്ടി ഇടുന്നു എന്ന് പറയാനുള്ളൂ. തക്കാളി, പിന്നെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് ചൈനീസ് രീതിയിലുള്ള വലിയ വെളുത്തുള്ളിയാണ്, അത് കട്ട് ചെയ്തിട്ടിടുന്നു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ പൗഡർ, പ്രോപ്പർ കുരുമുളകിൻ്റെ പൗഡർ, എല്ലാം ഉപയോഗിക്കുന്നത് ഹൈ ക്വാളിറ്റിയാണ് ഇവർ യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് ചിക്കൻ, അതായത് ഈ വെജിറ്റബിൾസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മാത്രം വരുന്ന രീതിയിലുള്ള ചിക്കൻ. പിന്നെ മീറ്റ് മസാല, അത് മാത്രം അവർക്ക് ഇന്ത്യൻ മെയ്ഡാണ് ഇഷ്ടം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മെയ്ഡ് മീറ്റ് മസാല, പിന്നെ ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഇടുന്നത്, പിന്നെ പനീർ, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല നാടൻ പനീർ പോലത്തെ നല്ല സൂപ്പർ പനീർ അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തിടുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം ഇതൊരു സ്പെഷ്യൽ മെഷീനാണ്, അതായത് മുകളിൽ നിന്ന് ഇങ്ങനെ ഹീറ്റ് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു മെഷീനിൽ ഒരു 1-1.5 മണിക്കൂർ സമയത്തേക്ക് ഇതിങ്ങനെ ചൂട് ഓൺ ചെയ്തിട്ട് വെക്കുകയാണ്. അത് ഓൺ ചെയ്ത് വെച്ചിട്ട് ചെറിയ സ്റ്റീമിൽ ചെറിയ ചൂടിൽ കിടന്നിങ്ങനെ വെന്ത് അത് മെൽറ്റായി അതിനകത്ത് ആ ഇറച്ചിയിലോട്ട് ഈ പനീറും ഈ പച്ചക്കറികളുടെ ഇതും ഉപ്പും അതിനകത്ത് ഒരല്പം സാൾട്ട് ഇതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങോട്ട് മെൽറ്റായി സൂപ്പറായിട്ട് അങ്ങോട്ട് കിട്ടും. അതവിടെ കഴിക്കണം.